ലോകം ഇന്ത്യയെ വിശ്വസിക്കുന്നുവെന്നും ഇന്ത്യയിലാണ് ലോകത്തിന്റെ സെമി കണ്ടക്ടർ ഭാവിയെന്നും നരേന്ദ്രമോദി. ട്രംപിന്റെ 50% ഇറക്കുമതി തീരുവയിൽ പകച്ചു നിൽക്കാതെ ഇന്ത്യയെ മുന്നോട്ട് നയിച്ച് നരേന്ദ്രമോദിയുടെ വാക്കുകൾ. നമുക്കൊപ്പം മുന്നോട്ട് പോകാനാണിപ്പോൾ ലോകത്തിന്റെ താല്പര്യം. ഇവിടെ നിർമ്മിക്കുന്ന കുഞ്ഞൻ ചിപ്പ് ലോകത്ത് വലിയ മാറ്റത്തിന്റെ ചാലക ശക്തിയാവും. ക്രൂഡ് ഓയിലിനെ പലരും കറുത്ത സ്വർണം എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ചിപ്പുകൾ ഡിജിറ്റൽ വജ്രങ്ങളാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വീണ്ടും ഒളിയം പെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകം സാമ്പത്തിക സ്വാർത്ഥത മൂലമുള്ള വെല്ലുവിളികൾ നേരിടുകയാണെന്നും ഈ സാഹചര്യത്തിലും ഇന്ത്യ ഇക്കഴിഞ്ഞ ഏപ്രിൽ-ജൂൺ പാദത്തിൽ 7.8% GDP വളർച്ച നേടിയെന്നും മോദി പറഞ്ഞു. ഏവരും പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച നേട്ടമാണിത് എന്നും മോദിയുടെ വാക്കുകൾ. ദില്ലിയിൽ സെമികോൺ ഇന്ത്യ 2025 പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി. ഇന്ത്യക്ക് മേൽ ട്രംപ് 50% ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കുകയും കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലായിരുന്നു മോദിയുടെ പ്രതികരണം. ലോകം ഇന്ത്യയെ വിശ്വസിക്കുന്നുവെന്നും ഇന്ത്യയിലാണ് ലോകത്തിന്റെ സെമി കണ്ടക്ടർ ഭാവിയെന്നും മോദി പറഞ്ഞു. വെറുതെ ചിപ്പ് നിർമ്മിക്കുകയല്ല, ഇന്ത്യയെ ലോകതലത്തിൽ തന്നെ മത്സരിക്കാനാകും വിധം വളർത്തും, സ്വയം പര്യാപ്തമാക്കും. മോദി പറഞ്ഞു. നമ്മൾ യാത്ര മെല്ലെ തുടങ്ങിയെന്നേ ഉള്ളൂ. എന്നാൽ ഇനി നമ്മളെ തടുക്കാൻ ഒന്നിനും കഴിയില്ല. നിലവിൽ $500 ബില്യൺ ലോകത്തെ ചിപ്പ് വിപണി മൂല്യം. അത് വൈകാതെ $1 ട്രില്യൺ ആകും. ഇന്ത്യക്കായിരിക്കും അതിൽ വലിയ പങ്കെന്നും മോദി പറഞ്ഞു. കേവലം മേക്ക് ഇൻ ഇന്ത്യ എന്നതിനപ്പുറം ഇന്ത്യയിൽ രൂപകൽപ്പന, ഇന്ത്യയിൽ നിർമ്മാണം, ഇന്ത്യയെ വിശ്വാസം എന്ന ലോകം പറയുമെന്നും മോദി അഭിപ്രായപ്പെട്ടു. 2023 ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ പ്ലാന്റിന് അനുമതി ലഭിച്ചത്. ഇതിനകം 1.5 ലക്ഷം കോടിയുടെ 10 പ്ലാന്റുകൾക്ക് അനുമതി നൽകി. ലോകത്തിന് ഇന്ത്യയോടുള്ള മതിപ്പ് ഏറുന്നതിന് തെളിവാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ചിപ്പ് ചടങ്ങിൽ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ISRO നിർമ്മിച്ച വിക്രം 32 ബിറ്റ് പ്രോസസറാണിത്. 2023 കണക്ക് പ്രകാരം 38 ബില്യനാണ് ഇന്ത്യൻ സെമി കണ്ടക്ടർ വിപണിയുടെ മൂല്യം. 2024-25 ഇത് 40-നും 50-നും ഇടയിലായി. 2030 ഇരട്ടിച്ച് 100 മുതൽ 110 ബില്യൺ ആകും എന്നാണ് വിലയിരുത്തൽ. ലോകത്ത് സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ 60% ഇപ്പോൾ തായ്വാനിലാണ്. US, ജപ്പാൻ, ദക്ഷിണ കൊറിയ, യൂറോപ്യൻ യൂണിയൻ എന്നിവയും ആഭ്യന്തര തലത്തിൽ ചിപ്പ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച വിക്രം 32 ബിറ്റ് പ്രോസസർ ചിപ്പ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു. ന്യൂഡൽഹിയിൽ ആരംഭിച്ച സെമികോൺ ഇന്ത്യ 2025 പരിപാടിയിൽ വെച്ചാണ് ചിപ്പ് സമർപ്പിച്ചത്. സെമി കണ്ടക്ടർ രംഗത്ത് സ്വാശ്രയത്വം കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ നാഴികക്കല്ലാണ് ഈ നേട്ടം. രാജ്യത്തിന്റെ സാങ്കേതിക പുരോഗതിയെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ നേട്ടവും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ സെമി കണ്ടക്ടർ ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത വിക്രം 3201 ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ 32 ബിറ്റ് മൈക്രോ പ്രോസസർ ചിപ്പാണ്. ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളിലെ സങ്കീർണമായ സാഹചര്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ ചിപ്പ് PSLV ദൌത്യത്തിൽ വിജയകരമായി പരീക്ഷിക്കപ്പെടുകയും ഭാവി ദൌത്യങ്ങളിൽ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത തെളിയിക്കുകയും ചെയ്തു. 2021 ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിക്കുന്നത്. 3.5 വർഷത്തിനുള്ളിലാണ് രാജ്യം തദ്ദേശീയമായി ഈ ചിപ്പ് നിർമ്മിച്ചെടുത്തത്. ഇതോടെ ഒരു ചിപ്പ് ഉപഭോക്താവ് എന്ന നിലയിൽ നിന്ന് അത്യാധുനിക ചിപ്പ് നിർമ്മാതാവായി ഇന്ത്യ മാറുകയാണ്. സെമി കണ്ടക്ടർ രംഗത്തെ രാജ്യത്തിന്റെ അതിവേഗ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നതാണ് ഈ നേട്ടം. സർക്കാർ പിന്തുണയോടുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ, സ്ഥിരതയുള്ള നയങ്ങൾ, സാമ്പത്തിക വളർച്ച എന്നിവ ഇതിന് കരുത്തു പകർന്നു. പഞ്ചാബിലെ മൊഹാലിയിലുള്ള 180 നാനോമീറ്റർ CMOS ഫാബ്രിക്കേഷൻ ഫെസിലിറ്റിയിൽ വിക്രം ചിപ്പിന്റെ നിർമ്മാണവും പാക്കേജിംഗും പൂർത്തിയാക്കി. ന്യൂസ് ഡെസ്ക് കർമാനസ്.